Hello all, welcome to day 8 of Salem IAS Mains Answer Writing Program Kude. ഇന്നത്തും ഒരു കൾച്ചറൽ ക്വസ്റ്റ്യൻ ആണ്. മിനിയേച്ചർ പെയിന്റിംഗ് ഇൻ ഇന്ത്യ റിഫ്ലെക്ട്സ് ഇറ്റ്സ് റിച്ച് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ദാറ്റ് സ്പാൻസ് അക്രോസ് ടൈം. ഇന്ത്യയിലെ മിനിയേച്ചർ പെയിന്റിങ്സ് പറയുന്നത് ഒരു റിച്ച് കൾച്ചറൽ ഡൈവേഴ്സിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന സാധനമാണ്. ദാറ്റ് സ്പാൻസ് അക്രോസ് ടൈം. അതാണ് ചോദ്യം എന്ന് പറയുന്നത്. കമന്റ്. ഇൻട്രൊഡക്ഷൻ. നമുക്ക് ടോപ്പിക് അറിയാം, ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് കാണിക്കുന്ന കോണ്ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ. ഇന്ത്യൻ പെയിന്റിങ്സ് ട്രാൻസിഷൻഡ് ഫ്രം മ്യൂറൽ പെയിന്റിങ്സ് ടു മിനിയേച്ചർ പെയിന്റിങ്സ് ഇൻ ദ മിഡീവിയൽ എറ വിത്ത് മുഗൾ എറ ബീങ് ദ സെനിത്ത് ഓഫ് മിനിയേച്ചർ ആർട്ട്. വിത്ത് ഇറ്റ്സ് intricate detailing and small format, it's not just an art form but a cultural archive reflecting India's regional, religious and political diversity. Again, 10 മാർക്കിന് ഒരു ചോദ്യം എന്ന് പറയുമ്പോഴേക്കും ഇത്രയും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ലൈൻ ഐഡിയലി, ഇത്ര ഒരിക്കലും പോകരുതേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കണ്ടന്റ് ഓവർലോഡ് ആയിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് പാർട്ട് മാത്രമാണെങ്കിലും മതി. മുഗൾ പീരീഡ്സിലാണ് പണ്ട് മുതലേ ഉണ്ടെങ്കിൽ പോലും മുഗൾ പീരീഡ്സിലാണ് അതിൻ്റെ ഒരു സെനറ്റിലെത്തുന്നതെന്നോ, ഇല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ട് ഒരു ആർട്ട് ഫോം മാത്രമല്ല, നമ്മുടെ ഒരു റീജിയണൽ റിലീജിയസ് പൊളിറ്റിക്കൽ ഡൈവേഴ്സിറ്റിയുടെ റിഫ്ലക്ഷൻ കൂടെയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം മതിയേ. എന്നിട്ട് മെയിൻ പാർട്ട്. അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ ആൻസറിനെ ബാക്കിയുള്ളവരിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, എക്സാമിനർ ഒരു എക്സ്ട്രാ മാർക്ക് ഇടാൻ തോന്നുന്ന ഒരു എഡ്ജ്, അതാണ് ഈ ആൻസർ എഴുതിയിരിക്കുന്ന ആൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. മാപ്പ് വരച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിനിയേച്ചർ പെയിൻറ്റിങ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചിരിക്കുന്നു. ബഷോളിയും കംഗ്രയും രജ്പുത്തും മൈസൂറും തഞ്ചോറും, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിയേച്ചർ പെയിൻറ്റിങ് ക്ലസ്റ്റേഴ്സ് എവിടേക്കാണെന്നുള്ളത് കാണിക്കുന്നു. എന്നിട്ട് മെയിൻ പാർട്ടിലേക്ക്, ഹൗ മിനിയേച്ചർ പെയിൻറ്റിങ് റിഫ്ലക്ട് ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി അക്രോസ് ടൈം. എങ്ങനെയാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്നതെന്ന്. ഇപ്പോൾ കൾച്ചർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എപ്പോഴും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തൂടെ ചിന്തിക്കുക പോയിന്റ്സിന് വേണ്ടി. അതല്ലാതെ പഠിച്ച കാര്യങ്ങൾ എഴുതാനല്ല ശ്രമിക്കേണ്ടത്, പകരം നമ്മൾ ആ ടോപ്പിക്കിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തൂടെ ചിന്തിച്ച് പോയിന്റുകൾ എടുക്കുക. ഇപ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെ ഡൈവേഴ്സിറ്റിയാണ് വരിക? റിലീജിയസ് ഡൈവേഴ്സിറ്റി. പാലാ സ്കൂള് കാണിക്കുന്നത് ബുദ്ധിസം ആണെങ്കിൽ, മുഗൾ മിനിയേച്ചർ പെയിൻറ്റിങ് കാണിക്കുന്നത് ഇസ്ലാമിൻ്റെ മോട്ടീവ്സ് ആൻഡ് പേർഷ്യൻ ലിറ്റററി വർക്ക്സുകളെ പറ്റിയാണ് മുഗൾ പെയിൻറ്റിങ്സ് കാണിക്കുന്നത്. അത് റിലീജിയസ് പ്ലൂരാലിറ്റിയുടെ എക്സാമ്പിളാണ്. സോഷ്യൽ ലൈഫ്, കസ്റ്റംസ്, പ്രാക്ടീസസ് ഒക്കെ എങ്ങനെ മാറി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, എസ്പെഷ്യലി ത്രൂ മുഗൾ പെയിൻറ്റിങ്സ്. റീജിയണൽ സ്റ്റൈലും അതുപോലെ തന്നെ റീജിയണൽ എസ്തെറ്റിക്സും ഈ പെയിൻറ്റിങ്സിൽ റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. ഇപ്പോൾ കംഗ്ര ബഷോളി പെയിൻറ്റിങ്സ് സോഫ്റ്റ് കളേഴ്സ് ആണെങ്കിൽ, ഡെക്കാൻ എന്ന് പറയുന്നത് വളരെ റിച്ച് കളേഴ്സ് ആണ്. കൾച്ചറൽ സിന്തസിസ് ഇതിൽ വളരെ എവിഡൻ്റ് ആണ്. ഇപ്പം ഇന്ത്യൻ ഫെസ്റ്റിവൽസും ഫെയർസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പനി പെയിൻറ്റിങ്സിൽ കാണാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റി ഇൻ ആക്ടേഴ്സ്, ഡൈവേഴ്സിറ്റി ഇൻ ഫാഷൻ ഒക്കെ ഈ രാജാ രവിവർമ്മ പെയിൻറ്റിങ്സ് പോലുള്ള പെയിൻറ്റിങ്സിലൂടെ റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. ഡൈവേഴ്സ് റൂളേഴ്സിൻ്റെ പാട്രണൈസേഷൻ ഓഫ് ദീസ് പെയിൻറ്റിങ്സ്, പാട്രണേജ് ഓഫ് ദീസ് പെയിൻറ്റിങ്, അതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹിന്ദു രാജാക്കന്മാർ, മുഗൾ രാജാക്കന്മാർ, ഇവരെല്ലാം അവരുടേതായിട്ടുള്ള റീജിയൻസിലെ മിനിയേച്ചർ പെയിൻറ്റിങ്സിനെ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അക്ബർ, ജഹാംഗീർ നാച്ചുറലിസം ആയിരുന്നെങ്കിൽ ഷാജഹാൻ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ആണ് ഫോക്കസ് ചെയ്തിരുന്നത്. യൂസ് ഓഫ് നറേറ്റീവ് ആർട്ട് ടു ഡെപിക്ട് ഫോക്ക് ടെയിൽ, എക്സാമ്പിൾ കംഗ്ര പെയിൻറ്റിങ്സ്. കൺക്ലൂഷൻ. ഇപ്പം ഈ ഒരു മെയിൻ പാർട്ടിലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എങ്ങനെയാണ് റിഫ്ലക്റ്റ് ആവുന്നതെന്നുള്ള ചോദ്യത്തിൽ ഇത്രയും എക്സാമ്പിളുകൾ എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ നമുക്ക് സിമ്പിളായിട്ട് കൺവേ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം കൾച്ചർ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, റീജിയണൽ ഡൈവേഴ്സിറ്റി, അവിടുത്തെ റിലീജിയസ് ഡൈവേഴ്സിറ്റി. അപ്പം കൾച്ചർ, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് കൾച്ചർ എന്ന് ചിന്തിച്ച് നമുക്ക് പോയിന്റ്സുകൾ എഴുതാം. അതിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എക്സാമ്പിളുകൾ കൊണ്ടുവരാം. Thus, Indian miniature paintings, due to rich cultural heritage, later became tools of cultural revival in national struggle for freedom, like Bengal School by Abanindranath Tagore. അപ്പം ഇത്രയും റിച്ച് ആയിട്ടൊരു കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ നാഷണൽ ഫ്രീഡം സ്ട്രഗിളിൽ പോലും നമ്മുടെ നാഷണലിസം എന്ന് പറയുന്ന ഒരു ഐഡിയയെ പൊക്കി പിടിക്കാനുള്ളൊരു ടൂളായിട്ട് അബനീന്ദ്രനാഥ് ടാഗോറിനെ പോലുള്ളവർ ഈ ഒരു മിനിയേച്ചർ പെയിൻറ്റിങ് സ്കൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹയർ അനാലിസിസ് വരുന്ന ഒരു കൺക്ലൂഷൻ. അപ്പോൾ എഗെയിൻ നിങ്ങളുടെ ആൻസറിനെ ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു മീ. ഓക്കെ, താങ്ക് യു.